പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 29. പ്രധാന വാർത്തകൾ. ഭക്ഷണപ്രിയരെ ആകർഷിച്ച് സലാല ഹാഫ ബീച്ചിൽ 5 ദിവസങ്ങളിലായി അരങ്ങേറിയ ഒമാനി ക്യുലിനറി ആർട്സ് ഫെസ്റ്റിവൽ സമാപിച്ചു. ആഗസ്റ്റ് 22 ആരംഭിച്ച 5 ദിവസങ്ങളിലായി അരങ്ങേറിയ ഭക്ഷ്യമേളയിൽ 50,000-ൽ പരം ഭക്ഷണപ്രിയരെത്തിയതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. ഒമാനി ഭക്ഷണ വൈവിധ്യങ്ങൾ തേടിയെത്തിയവരിൽ രാജ്യത്തിനകത്തു നിന്നുള്ളവരും പുറത്തു നിന്നുള്ള സഞ്ചാരികളും ഉണ്ടായിരുന്നു. ഭക്ഷ്യമേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫെസ്റ്റിവൽ വേദിയായി. ഖരീഫ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി മന്ത്രാലയത്തിന് കീഴിൽ ഒരുക്കിയ ഭക്ഷ്യോത്സവത്തിൽ ഒമാന്റെ ഭക്ഷണ വൈവിധ്യങ്ങളെയും പാചകരീതികളെയും സന്ദർശകർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഒമാനി ഭക്ഷണ നിർമ്മാണ രീതികൾ നേരിൽ കാണുന്നതിനും അവസരമൊരുക്കിയിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന 8 പേരടങ്ങുന്ന പ്രവാസി സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കത്ത് തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വിവിധയിടങ്ങളിലാണ് സംഘം മോഷണം നടത്തി വന്നത്. വൈദ്യുതി കേബിളുകളും മറ്റു നിർമ്മാണ സാമഗ്രികളും മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നതായിരുന്നു സംഘത്തിന്റെ രീതി. അറസ്റ്റിലായവർ ഏഷ്യൻ രാജ്യക്കാരാണ്. മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ആർഒപി അറിയിച്ചു. സമാന സംഭവം നേരത്തെയും മസ്കത്ത്, ബാത്തിന, ദാഖിലിയ ഗവർണറേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ എംബസി പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 2 വരെ സേവനങ്ങൾ ലഭിക്കില്ലെന്ന് എംബസി അറിയിച്ചു. സിസ്റ്റം നവീകരണത്തിന്റെ ഭാഗമായാണ് സേവനങ്ങൾ തടസ്സപ്പെടുന്നത്. എന്നാൽ BLS സെന്ററിലെ കോൺസുലാർ വിസ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും മസ്കത്ത് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. അറബിക്കടലിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദം മൂലം അടുത്ത ആഴ്ച ആദ്യത്തിൽ ഒമാനിൽ മഴ ലഭിച്ചേക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂനമർദ്ദം ഒമാന് ഭീഷണിയല്ല. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയോ ശനിയാഴ്ചയോ ന്യൂനമർദ്ദം വടക്കുകിഴക്കൻ അറബിക്കടലിൽ നിന്ന് പടിഞ്ഞാറോട്ട് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ അടുത്ത ആഴ്ചയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിക്കും. നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ സാഹചര്യങ്ങളും അപകട സാധ്യതകളും വിലയിരുത്തി വരുന്നതായും എന്നാൽ അടുത്ത 4 ദിവസം ഒമാനിൽ പ്രതികൂല പ്രതിഫലനങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും കാലാവസ്ഥയിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായാൽ അറിയിക്കുമെന്നും CAA അറിയിച്ചു. സ്വദേശികളും താമസക്കാരും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. രോഗിയെ അടിയന്തര വിദഗ്ധ ചികിത്സയ്ക്കായി ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലെത്തിച്ചു. മുസന്ദം ഗവർണറേറ്റിലെ ഖസബ് ആശുപത്രിയിൽ നിന്നും മസ്കത്ത് ഗവർണറേറ്റിലെ റോയൽ ആശുപത്രിയിലേക്കാണ് റോയൽ എയർഫോഴ്സ് ഒമാൻ എയർലിഫ്റ്റ് ചെയ്തത്. രോഗിക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തതായി അധികൃതർ ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഹുബ്ബുർ റസൂൽ മസ്കത്ത് സംഘടിപ്പിക്കുന്ന മീലാദ് ഫെസ്റ്റായ നൂറെ മുജസ്സം 2024 സെപ്റ്റംബർ 26 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി മുതൽ അൽ ഹൈൽ ഈജിപ്ഷ്യൻ സോഷ്യൽ ക്ലബ്ബിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒമാനിലെ വിവിധ ടീമുകൾ മാറ്റുരയ്ക്കുന്ന ദേശീയ ദഫ് മത്സരം സീസൺ 2-വിൽ മത്സരിക്കാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെയും കുടുംബത്തെയും വിമാനമാർഗം ഒമാനിൽ നിന്ന് UAE-യിലെത്തിച്ചതായി UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സമീപകാലത്ത് 4ാമത്തെ രക്ഷാദൗത്യമാണ് നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്റർ നടത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ് നിസ്വ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിയെ ഷെയ്ഖ് ഷഖ്ബൂത്ത് മെഡിക്കൽ സിറ്റിയിലേക്കാണ് എത്തിച്ചത്. അതേസമയം യാത്രക്കാർ തങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവന് അപകടത്തിലാകാതിരിക്കാൻ ഗതാഗത നിയമങ്ങൾ പാലിക്കുകയും വേഗപരിധി പാലിക്കുകയും വേണമെന്ന് മന്ത്രാലയം പറഞ്ഞു. വേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ സജീവമായതിനു പിന്നാലെ രാജ്യത്ത് തുടരുന്ന അസ്ഥിര കാലാവസ്ഥയിൽ കുട്ടികളിൽ സാംക്രമിക രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ. കാലാവസ്ഥ മാറുന്ന സമയമായതാണ് രോഗങ്ങൾക്ക് കാരണം. കാലാവസ്ഥയിലും പരിസ്ഥിതിയിലുമുള്ള മാറ്റം മൂലം കുട്ടികൾക്ക് എളുപ്പം രോഗം പിടിപെടാം. കുടുംബങ്ങൾ നാട്ടിൽ അവധിക്കാലം കഴിഞ്ഞും മറ്റും ചിലർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്ത ശേഷവുമാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് കാലാവസ്ഥയുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ സാധിക്കില്ല. വിവിധ കാലാവസ്ഥകളിൽ അവർ കൂടുതൽ രോഗബാധിതരാകുന്നു. രാജ്യത്തെ ചൂടിൽ നിന്ന് തണുത്ത കാലാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ കൂടുതൽ മിതശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊരുത്തപ്പെടാൻ സമയമെടുക്കും. അസുഖങ്ങൾക്ക് കാരണമാകുമെന്നും ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. വിദേശയാത്രകളിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷമുള്ള സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ, ദഹനനാളത്തിന്റെ പ്രശ്നങ്ങൾ, ചൊറിച്ചിൽ, ജലദോഷം, ക്ഷീണം എന്നിവയാണ്.
അക്യൂട്ട് ഗ്യാസ്ട്രോ എൻറൈറ്റിസ് പോലുള്ള ദഹനനാളത്തിന്റെ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും രാജ്യത്തെ ചികിത്സാ വിദഗ്ധർ രക്ഷിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം തെക്കൻ ഷർക്കിയ ഗവർണർ ഓഫീസുമായി സഹകരിച്ചൊരുക്കിയ സൂർ മറൈൻ സ്പോർട്സ് ഫെസ്റ്റിവൽ സമാപിച്ചു. നീന്തൽ മത്സരവും വള്ളം കളിയും ഉൾപ്പെടെ വിവിധ പരിപാടികൾ കടൽ കായിക ഉത്സവത്തിന്റെ ഭാഗമായി അവസാന ദിനങ്ങളിൽ അരങ്ങേറി. സൂറിലെ പ്രധാന ബീച്ചുകളിലൊന്നായ മോക്ക കടൽ തീരത്താണ് ഫെസ്റ്റിവൽ വേദി. 2024 അറബ് ടൂറിസം തലസ്ഥാനമായി സൂറിനെ തിരഞ്ഞെടുത്തതിന്റെ കൂടി ഭാഗമാണ് മറൈൻ സ്പോർട്സ് ഫെസ്റ്റിവൽ ഒരുക്കിയത്. ഒമാൻ സെയിലാണ് ഫെസ്റ്റിവൽ അനുബന്ധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. വാരാന്ത്യ അവധി ദിനങ്ങളിൽ മത്സരാർത്ഥികൾക്ക് പിന്തുണയുമായി നിരവധി പേർ മോഖ ബീച്ചിലും പരിസരങ്ങളിലും ഫിനിഷിംഗ് പോയിന്റിലുമെല്ലാം എത്തിയിരുന്നു. കാണികൾക്കായി ഒരുക്കിയ വ്യത്യസ്ത പരിപാടികൾ ഇവിടെ ശ്രദ്ധേയമായി. നീന്തൽ, സെയിലിംഗ്, ഇൽഖ ബോട്ട്, കൈറ്റ് സർഫിംഗ്, പരമ്പരാഗത വള്ളം കളി തുടങ്ങിയവ മത്സരങ്ങളിൽ ചിലതാണ്. വാണിജ്യ ഉൽപ്പന്നങ്ങളിൽ ദേശീയ ചിഹ്നങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നതിനെതിരെ വീണ്ടും മുന്നറിയിപ്പ് നൽകി അധികൃതർ. ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതലായി വിപണിയിലെത്തുന്ന സാഹചര്യത്തിലാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അധികൃതരുടെ കർശന മുന്നറിയിപ്പ്. പരിശോധനയും തുടരുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ, വാണിജ്യ കമ്പനികൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ രാജകീയ മുദ്രകൾ ഉപയോഗിക്കാൻ ലൈസൻസ് നേടണമെന്ന് മന്ത്രാലയം നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. മന്ത്രാലയത്തിൽ അപേക്ഷിച്ച് ലൈസൻസ് നേടാനാകും. അനുമതിയില്ലാതെ രാജ്യത്തിന്റെ പതാകയും ഭൂപടവും ഉപയോഗിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രാലയം പറഞ്ഞു. വ്യാപാരികളുടെ പ്രധാന കച്ചവട സീസൺ കൂടിയാണിത്. എന്നാൽ മുൻകൂട്ടി ലൈസൻസ് നേടാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കില്ല. അതേസമയം നിരവധി വാണിജ്യ സ്ഥാപനങ്ങളാണ് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അനുമതി സ്വന്തമാക്കുന്നത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിൽ വെയർഹൌസിൽ വൻ തീപിടുത്തം. സ്വകാര്യ കമ്പനിയുടെ വെയർഹൌസിനാണ് ചൊവ്വാഴ്ച രാത്രി തീപിടുത്തമുണ്ടായത്. ആളപായമില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. ബാത്തിന യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഏറെ സമയമെടുത്താണ് തീ പൂർണ്ണമായും അണഞ്ഞത്. നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു. വൻ നാശനഷ്ടം കണക്കാക്കുന്നു. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം പുക നിറഞ്ഞു നിന്നു. അപകട കാരണം വ്യക്തമായിട്ടില്ല. ഇന്ത്യൻ നഗരങ്ങളിൽ നടന്നുവരുന്ന ഒമാൻ വിനോദസഞ്ചാര പ്രചരണ ക്യാമ്പയിന് സമാപനം. മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, ന്യൂഡൽഹി നഗരങ്ങളിലാണ് ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിൻ നടന്നത്. ഒരാഴ്ചയിലധികം നീണ്ടുനിന്ന വിവിധ പ്രചരണ പരിപാടികളിൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ നിരവധി പേർ പങ്കാളികളായി. ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖലയിലെ പങ്കാളികൾക്ക് ഹോട്ടലുകൾ, ടൂർ ഓപ്പറേറ്റർമാർ, എയർലൈനുകൾ, പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ എന്നിവയുൾപ്പെടെ ഒമാനി ടൂറിസം രംഗത്തെ ആളുകളെ ബന്ധപ്പെടാനുള്ള അവസരവും ക്യാമ്പയിനിന്റെ ഭാഗമായി മന്ത്രാലയം അധികൃതർ ഒരുക്കിയിരുന്നു. ഒമാനിൽ നിന്നുള്ള 18ഉം 200-ലധികം ഇന്ത്യൻ ട്രാവൽ ആൻഡ് ടൂറിസം സ്ഥാപനങ്ങളുമാണ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നത്. ടൂറിസം പ്രചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെത്തിയ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ കാസിം മുഹമ്മദ് അൽ ബുസൈദി, കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെയ്ഖാവത്തും കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ടൂറിസം മന്ത്രാലയം ഉന്നതതല പ്രതിനിധികളും സന്നിധരായിരുന്നു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി കന്നുകാലികളെ മോഷ്ടിച്ച സംഘത്തെ അറസ്റ്റ് ചെയ്തു. 3 പേരാണ് പിടിയിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം സുവൈക്കിൽ നിന്നും കന്നുകാലികൾ മോഷ്ടിച്ച സംഘം അറസ്റ്റിലായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.